ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സജി ചെറിയാൻ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ തിരികെ വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ക്ലീൻ ചിറ്റ് ഇല്ല എന്നതാണ് വസ്തുത. അല്ല, ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. സജി ചെറിയാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. അങ്ങനെ വിധിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ശരിയാണ്. അങ്ങനെ കോടതി വിധിച്ചിട്ടില്ല. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അന്വേഷണം ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. ആ വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതിന് വേറെ നിയമവശമുണ്ട് എന്നുള്ളത് നമുക്ക് ഇനിയും പരിശോധിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ നിയമവശം എന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയും. ഇപ്പം സജി ചെറിയാൻ ഇങ്ങനൊരു പൊസിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ശരി എന്നാണ് തോന്നുന്നത്. രാജിവെക്കണമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ വെറുതെ വന്നിട്ടില്ല. കാരണം കേസ് അന്തിമ വിധിയാണെങ്കിൽ ശരി, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിധിയാണ് വരുന്നതെങ്കിൽ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ ശരി. അങ്ങനെ ഒരു വിധി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ധൃതി കാണിക്കല്ല, നിങ്ങൾ അല്പസാവകാശം കാണിക്കുക. എന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അങ്ങനെയല്ലേ പ്രശ്നം? അത് അവർ സാധാരണ നിലയിൽ ചെയ്യുന്നതല്ല. അത് പ്രത്യേകിച്ചൊന്നുമില്ല. പ്രതിപക്ഷം പറയുന്ന കാര്യത്തിനോട് നിൽക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അത് അങ്ങനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാനൊരു വസ്തുത ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. അതൊരു വിമർശനമായിട്ട് പറഞ്ഞതല്ല. അതാണ് വസ്തുത. കോടതി സജി ചെറിയാനെ കേട്ടിട്ടില്ല. അപ്പം കോടതി ഇപ്പം അതൊരു കോടതിൻ്റെ കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നടത്താൻ തീരുമാനിച്ച അന്വേഷണത്തിൽ സജി ചെറിയാനെ കേൾക്കാൻ അവസരമുണ്ട്. കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള സന്ദർഭമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെ ഇപ്പോൾ പറയാൻ കഴിയും. ഞാനൊരു വസ്തുത പറഞ്ഞതാണ്. കോടതി ഇദ്ദേഹത്തെ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കേട്ടിട്ടില്ല. അപ്പോൾ ആ സജി ചെറിയാനെ കോടതി കോർട്ടിൽ കേട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടി പരിശോധിക്കട്ടെ. പരിശോധിച്ച് നമുക്കൊരു അവസാന നിലപാടിലെത്താം. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതായത് ഒരു വസ്തുതയുടെയും പിൻബലമില്ലാതെയാണ് ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇതെല്ലാം കോടതി തന്നെയല്ലേ. കോടതിയും നിയമ സംവിധാനങ്ങളാണല്ലോ, നമ്മളാരും പറയുന്നതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നത് അന്വേഷണം ചുമതലയുണ്ട്. ആ അന്വേഷണം വരട്ടെ. ആ അന്വേഷണത്തിന് വരെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം. അതുവരെ കാത്തിരിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ടയിൽ ജയിക്കും, അല്ല പാലക്കാട് ജയിക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം പെട്ടിയിലായി കഴിഞ്ഞില്ലേ, നമുക്ക് എണ്ണീറ്റ് നമുക്ക് അവസാനം തീരുമാനിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അത് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള ശ്രമമാണ് ഈ കാര്യം നടത്തിയിട്ടുള്ളത്. മറ്റതൊരു ഏകപക്ഷീയമായ ഒരു മത്സരമാണ്. ഇപ്പോൾ ഒരു ത്രികോണ മത്സരം വളരെ സജീവമായിട്ട് നടക്കുകയുണ്ടായി. ഇതെല്ലാം പരിശോധിച്ച് വരുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്താ ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമല്ലോ. വയനാട് നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും പൊതു റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൈവശമുള്ള ഒരു സീറ്റാണ് ചേലക്കര ജയിക്കും. നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും. അതാണ് എൻ്റെ സ്ഥിതി. വയനാട് മണ്ഡലത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വാധീന സ്ഥിതി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും മത്സരം നടന്നത്, നമ്മൾ പ്രവർത്തിച്ചതെല്ലാം ജയിക്കുന്നില്ല. ആ ജോലി പരമാവധി നിർവഹിച്ചിട്ടുണ്ട്.
വരട്ടെ. ഇനി എന്തായാലും നമ്മളിപ്പോൾ ഇതിൽ സംവാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായി. ഇനി അത് എണ്ണി തിട്ടപ്പെടുത്തണം ഓരോ സ്ഥാനാർത്ഥിക്ക്. അതിപ്പം എന്തായാലും 23-ാം തീയതി നാളെ കഴിഞ്ഞ് വരികയല്ലേ ഇത്. വന്നിട്ട് നമുക്കിനി അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ല, അതിൽ 2 പത്രത്തിൽ മാത്രമല്ലല്ലോ പരസ്യം കൊടുത്തത്. പൊതുവെ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുക എന്നുള്ളൊരു നിലപാട് സാധാരണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാറുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, പരിശോധിച്ചിട്ടേ പറയാൻ കഴിയും. ഇന്നലെ SDPIയുടെ നേതാക്കൾ കോൺഗ്രസുമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ച ചെയ്തായിട്ട് നടത്തിയത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പാലക്കാടോ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം, ഇന്ത്യയിൽ മതരാഷ്ട്രവാദത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരാണ്. SDPI, ജമായത്ത്, ഈ സംഘടനകളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ മതരാഷ്ട്രവാദം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്കും എതിരാണ്. അതുകൊണ്ടാണ് ഈ നിലപാടിനെ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുന്നത്. കേരളത്തിലൊരു പ്രത്യേകത, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഈ 2 പാർട്ടികളെയും, SDPIയും ജമായത്തിനെയും UDFന്റെ പക്ഷത്ത് സജീവമായി ഉറപ്പിക്കുന്നത്. അത് മതനിരപേക്ഷ നിലപാട് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമല്ല. അതാണ് ഞങ്ങൾ തുറന്നു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ഏതാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വർഗീയ ഭീകരവാദം ഉയർത്തുന്ന നിലപാട് ജനങ്ങളുടെ നിലനിൽപ്പിന് തടസ്സമാണ്. അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്തരമൊരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്.